മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തിയുണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും. കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിൽ തടസ്സമാകും. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താൽപര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും പറഞ്ഞു. അദ്ദേഹത്തിന്റെ താൽപര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത്. സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സിനിമയില്ലാതെ പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന. സിനിമ ഞാൻ ചെയ്യും, അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്, അതിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുവെന്നും ഒരു ചടങ്ങിലാണ് താരം വ്യക്തമാക്കിയത്. സിനിമ ഞാൻ ചെയ്യും, അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. സിനിമകൾ കുറേയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ്. ഏതാണ്ട് 22ഓളം സിനിമകളുടെ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് 22ഓളം എണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായാലും ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങ് പോരും. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ താൻ രക്ഷപ്പെട്ടു. ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് ഞാൻ എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് വഴങ്ങിയതാണ്. സിനിമയില്ലാതെ പറ്റില്ല, അതെന്റെ പാഷനാണ്. അതല്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും പറയുന്നു. ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ച സിനിമകൾ പൂർത്തീകരിക്കാൻ സമയം വേണമെന്നും അതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ല, ഈ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ പദവിയിൽ നിന്ന് മോചിതനാകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൃശൂരിലെ വോട്ടർമാർക്ക് എന്നെ അറിയാമെന്നും ഒരു MP എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ല ജോലി ചെയ്യും, എന്ത് വില കൊടുത്തും എന്റെ സിനിമകൾ ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി നായകനായി നിരവധി സിനിമകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിലും സുരേഷ് ഗോപി നായകനാകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 സിനിമകളാണ് ഇനി സുരേഷ് ഗോപിക്ക് ചെയ്തു തീർക്കാനുള്ളത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലാണ് ഈ 4 എണ്ണത്തിൽ ആദ്യത്തേത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം നീണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നടത്തിയ പ്രതികരണം വലിയ രീതിയിലാണ് അതൃപ്തിക്ക് ഇടയാക്കിയത്. കാരണം കേരളത്തിൽ നിന്ന് ഇത്തവണ മിന്നും വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ചത്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പക്ഷേ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശൂർക്കാരെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കമന്റുകളും ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ വന്നിരുന്നു.